നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ കൊറോണ വ്യാപനത്തിന്റെ രണ്ടാം തരംഗം അതിരൂക്ഷമായി ഉയരുമ്പോൾ പ്രവാസ ലോകവും പ്രതിസന്ധിയിലാവുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൾഫ് രാഷ്ട്രങ്ങൾ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യക്ക്. 10 ദിവസം അവസാനിക്കാനിരുന്ന UAE വിലക്ക് വീണ്ടും നീട്ടി. ഇപ്പോഴത്തെ ഒമാന്റെ വിലക്കിൽ പ്രവാസികൾ ആശങ്കയിലാണ്. ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്കിൽ വ്യക്തത വരുത്തി ഒമാൻ വീണ്ടും രംഗത്തെത്തി. വിലക്കുണ്ടായിട്ടും ഒമാനിലേക്ക് ഇപ്പോഴും വിമാന സർവീസുകൾ എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തത വരുത്തിയിരിക്കുന്നു. ഏപ്രിൽ 29 വ്യാഴാഴ്ച സലാല വിമാനത്താവളത്തിലെത്തിയ വിമാനങ്ങളെ കുറിച്ച് CAA വിശദീകരണം നൽകി. നിലവിൽ ഒമാനും ഇന്ത്യക്കും ഇടയിൽ പരിമിതമായ വിമാനങ്ങൾ മാത്രമേ സർവീസ് നടത്തുകയുള്ളൂ എന്ന് CAA അറിയിച്ചു. ഇതിലൂടെ സുൽത്താനേറ്റിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുകയും ഒമാനിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ എത്തിക്കുകയും ചെയ്യുന്നതാണ് പതിവ്. ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ പുറപ്പെടുന്നതിന് മുമ്പും എത്തിച്ചേരുന്നതിന് മുമ്പും ആരോഗ്യപരമായ നടപടികൾ വിധേയമാക്കണമെന്ന് CAAയുടെ പ്രസ്താവനയിൽ പറയുന്നു. മെഡിക്കൽ ജീവനക്കാർ ഒഴികെ കൊച്ചിയിൽ നിന്ന് 3 യാത്രക്കാരുമായി മാത്രമാണ് വിമാന കമ്പനി എത്തിയത്. 100 ഇന്ത്യൻ യാത്രക്കാരെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയ ശേഷം 1 മണിക്കൂറിനുള്ളിൽ വിമാനം പറന്നുയർന്നതായി CAA കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഏപ്രിൽ 24 മുതലാണ് രാജ്യത്ത് നിന്നുള്ള വിമാന സർവീസുകൾക്ക് ഒമാൻ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ വിലക്ക് തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഒമാൻ പൗരന്മാർ, ആരോഗ്യ പ്രവർത്തകർ, നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. അതേസമയം സന്ദർശക വിസയിൽ അബുദാബിയിലേക്ക് എത്തുന്നവർക്ക് നിബന്ധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ഗ്രീൻ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ തടസ്സമില്ലാതെ യാത്ര ചെയ്യാം. എന്നാൽ റെഡ് ലിസ്റ്റിലുള്ള രാജ്യത്തു നിന്നും എത്തുന്നവർക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിസിറ്റ് വിസയിൽ എത്തുന്നവർക്ക് അബുദാബിയിലേക്ക് വിമാനമാർഗം പ്രവേശിക്കാൻ സാധിക്കില്ല. അതിനാൽ ദുബായ്, ഷാർജ, റാസൽ ഖൈമ തുടങ്ങി മറ്റ് എമിറേറ്റുകളിൽ എത്തിയ ശേഷം റോഡ് മാർഗമാണ് യാത്രക്കാർ അബുദാബിയിൽ എത്തുന്നത്. രാജ്യത്ത് കോവിഡ് വ്യാപനം ശക്തമായ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയത്. കഴിഞ്ഞ ദിവസം റോഡ് മാർഗം എത്തിയവർക്ക് അതിർത്തിയിൽ പ്രവേശനാനുമതി നൽകിയിരുന്നില്ല. ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ലെങ്കിലും അതിർത്തി കടക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രവാസികൾ പറയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.